നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കേരളത്തിൽ നടുക്കിയൊരു അപകടം ഉണ്ടായിരിക്കുകയാണ്. ഒരു കുടുംബത്തിലെ 3 പേരാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൂടാതെ ആ കുടുംബത്തിലെ തന്നെ അമ്മയും മകളും ഇപ്പോൾ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ കഴിയുകയാണ്. എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്കുള്ള മടക്ക യാത്രക്കിടയിലാണ് പ്രിൻസും ബിന്ദിയും മക്കളും മനസ്സിൽ ഒരുപിടി ഓണ സ്വപ്നങ്ങളൊക്കെ അവർ നെയ്തിട്ടുണ്ടാകാം. രാവിലെ പ്രിയപ്പെട്ടവരെ വിളിച്ച് ഹാപ്പി ഓണം പറയണം, ഈ ഓണക്കോടി അണിയിക്കണം, ട്യൂഷനിലയിൽ ഓണസദ്യയൊക്കെ കഴിക്കണം, പിന്നെ ഓണക്കളികൾ തിമിർക്കണം. പക്ഷേ പ്രിൻസ് വില്ലയ്ക്ക് മേൽ പടർന്നിറങ്ങിയ ആ ഓണനിലാവ് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് തന്നെ മാറുന്ന ഒരു കാഴ്ചയായിരുന്നു. വളരെ സന്തോഷത്തോടെയാണ്, പ്രതീക്ഷയോടെയാണ് അവർ യാത്ര പുറപ്പെട്ടത്. പക്ഷെ അവർ യാത്ര ഒരു ദുരന്തത്തിൽ അവരുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് അവസാനിക്കുകയായിരുന്നു. പടിഞ്ഞാറ്റിൻകര ഗ്രാമം ഒന്നടങ്കം നടുങ്ങിയിരിക്കുകയാണ് ഓണദിനത്തിൽ അവരെ തേടിയെത്തിയ ദുരന്ത വാർത്തയോർത്ത്. പടിഞ്ഞാറ്റിൻകരക്കാരെ ഉത്രാടപ്പുലരിയിൽ വരവേറ്റത് കൈരളി ഫിനാൻസ് ഉടമ പ്രിൻസിന്റെയും മക്കളുടെ മരണവാർത്ത. പ്രിൻസിന്റെയും മക്കളായ അതുൽ, അൽക്ക എന്നിവർ എന്നേക്കുമായി തങ്ങളെ വിട്ടുപോയെന്ന സത്യം ഉൾക്കൊള്ളാനാകാത്ത അവസ്ഥയിലാണ് ബന്ധുക്കളും നാട്ടുകാരും. വീട്ടിലേക്ക് എത്താൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് മരണം ഈ കുടുംബത്തിന്റെ സന്തോഷം കവർന്നത്. കഴിഞ്ഞ ദിവസം വൈകിയും പ്രിൻസും കുടുംബവും വീട്ടിലുണ്ടായിരുന്നു. ഈ സമയം യാത്രാ വിവരങ്ങൾ സുഹൃത്തുക്കളോട് പങ്കുവച്ചതുമാണ്. ഈ വാഹനപ്രേമിയായ പ്രിൻസ് ഏകദേശം ഒരു 1.5 മാസം മുൻപ് മോഹിച്ചു വാങ്ങിയ പുതിയ ഥാറിലായിരുന്നു ഇവരുടെ ഒരു അവസാന യാത്ര. ചിരിയും തമാശയും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന 5 അംഗങ്ങൾ ഉണ്ടായിരുന്ന പ്രിൻസ് വില്ലയും 200ഓളം മീറ്റർ മാറി അപ്പുറത്തുള്ള പ്രിൻസിന്റെ കുടുംബ വീടായ പ്രവീൺ വില്ലയിലും മാത്രമല്ല പൈപ്പുമുക്ക് ഗ്രാമം ആകെ ആളും ആരവും ഒക്കെ കെട്ടടങ്ങിയ ഒരു നിലയിലാണിപ്പോൾ. പ്രിൻസിന്റെ സഹോദരൻ കുടുംബവുമായി കാനഡയിൽ ആയതുകൊണ്ട് തന്നെ പിതാവ് തോമസും അമ്മ മറിയാമ്മയുമാണ് ഈ കുടുംബ വീട്ടിൽ താമസിച്ചിരുന്നത്. പ്രിൻസിന്റെ മക്കളായ ഐശ്വര്യയും ആൽക്കയും അതുലും ഇവിടുത്തെ സ്ഥിരം സന്ദർശകരായിരുന്നു. +2 പഠനം കഴിഞ്ഞ് തുടർ പഠനത്തിനായി കാത്തിരിക്കുന്ന മൂത്തമകൾ ഐശ്വര്യ MBBSന് വിടണമെന്നായിരുന്നു പ്രിൻസിന്റെ ആഗ്രഹം. ഈ ആഗ്രഹങ്ങളൊന്നും പൂർത്തിയാകാതെ പ്രിൻസും മക്കളും യാത്രയായത് വിശ്വസിക്കാനാകാതെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഈ വീട്ടുകാരും നാട്ടുകാരും. പ്രിൻസിന്റെ മക്കളുടെയും വേർപാട് ചികിത്സയിൽ കഴിയുന്ന ബിന്ദിയെ അറിയിച്ചിട്ടില്ല. മറ്റൊരു മകൾ ഐശ്വര്യ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. മാത്രമല്ല, ബിന്ദിയുടെ സഹോദരന്റെ മകനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് യാത്രയാക്കിയിട്ട് മടങ്ങി വരികയായിരുന്നു. അതിനിടെയാണ് ഈ അപകടം അവരെ വഴിയിൽ കാത്തിരുന്നത്. കരുനാഗപ്പള്ളി അയണിവേലിക്കുളങ്ങര JFKM VHSൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അതുൽ. പഠനത്തിലൊക്കെ നല്ല മികവ് പുലർത്തിയിരുന്ന വിദ്യാർത്ഥി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അധ്യാപകർക്കും സഹപാഠികൾക്കും ഒക്കെ വളരെ പ്രിയപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. തേവലക്കര സ്ട്രാറ്റ്ഫോർഡ് പബ്ലിക് സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അൽക്ക. അപ്പോ കൂട്ടുകാരെയൊക്കെ വേദനിപ്പിച്ചിരിക്കുകയാണ്, അധ്യാപകരെയൊക്കെ നടുക്കിയിരിക്കുകയാണ്. ഈ സ്നേഹത്തിന്റെ ചിഹ്നം വരച്ച് കൈമാറുന്നതും പതിവാണ്. ഈ കുട്ടി ഇങ്ങനെ അത്തരത്തിലൊക്കെ വരച്ച് നൽകാറുണ്ട്. സ്കൂളിലെ ഓണാഘോഷം കഴിഞ്ഞു മടങ്ങുമ്പോൾ സഹപാഠികൾക്കും തനിക്കും മിഠായി വിതരണം നടത്തിയാണ് മടങ്ങിയതെന്നും ക്ലാസ് ടീച്ചർ വേദനയോടെ ഓർത്തെടുക്കുകയാണ്. അപ്പോൾ അവരെങ്ങനെ ഈ വിയോഗം താങ്ങുമെന്നത് ചിന്തിക്കാവുന്നതിലപ്പുറം തന്നെയാണ്. പിന്നെ ഈ സ്കൂളിൽ നടന്ന കലോത്സവത്തിലെ ഡ്രോയിങ്, പെയിന്റിങ്ങിലൊക്കെ അൽക്ക പങ്കെടുത്തിരുന്നു എന്നതൊക്കെ ആ ടീച്ചേഴ്സൊക്കെ ഓർത്തെടുക്കുകയാണ്. ആ കുട്ടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് ആർക്കും അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഈ ഒരു ദുരന്ത വാർത്ത. ഈ സ്കൂൾ ബസ്സിലാണ് വരുന്നതെങ്കിലും പലപ്പോഴും രാവിലെ ഈ അച്ഛനൊപ്പമാണ് പുതിയതായി വാങ്ങിയ ഈ വാഹനത്തിൽ അൽക്ക സ്കൂളിൽ എത്തിയിരുന്നത്. അപ്പോൾ ഓണം ആഘോഷിച്ച് യാത്ര പറഞ്ഞ് മടങ്ങിയ അതുലും അൽക്കയും ഇനി സ്കൂളിലേക്ക് മടങ്ങി വരില്ലെന്നത് എല്ലാവരിലും ഒരു വേദനയായി മാറുന്നുണ്ട്. ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി തേവലക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാത്തയ്യത്തിന്റെ നേതൃത്വത്തിൽ മൃതദേഹങ്ങൾ ഓച്ചിറയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്കാണ് വൈകിട്ടോടെ മാറ്റിയത്. മാത്രമല്ല, ജീവകാരുണ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിയായിരുന്നു പ്രിൻസ്. അപ്പൊ അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു. തേവലക്കര പടിഞ്ഞാറ്റക്കര ഗ്രാമത്തിനൊപ്പം എന്ത് കാര്യത്തിനും ആര് സമീപിച്ചാലും അവരെ സഹായിക്കും, അവർക്കൊപ്പം നിൽക്കുന്ന അത്തരത്തിൽ വളരെ ആക്റ്റീവായി നിന്ന ഒരു മനുഷ്യനാണ്. അപ്പോ ഈ നാട്ടുകാരുടെ എല്ലാ ആവശ്യത്തിനും അദ്ദേഹം നിൽക്കാറുണ്ട്. അവസാനമായിട്ട് മിത്ര കലാ സാംസ്കാരിക സമിതിയുടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ടവർക്ക് ഭക്ഷ്യധാന്യ കിറ്റ് നൽകുന്നതിനും അദ്ദേഹത്തിന് ഒരു സഹായ ഹസ്തം ഉണ്ടായിരുന്നു. മാത്രമല്ല, പിതാവിനൊപ്പം തേവലക്കരയിൽ മെഡിക്കൽ ഷോപ്പും ജ്വല്ലറിയും നടത്തി വന്ന പ്രിൻസ് പിന്നീട് വിദേശത്തേക്ക് പോയി മടങ്ങി വന്ന ശേഷം സ്വന്തമായി കല്ലേലി ഭാഗത്ത് ഫിനാൻസ് സ്ഥാപനവും തൊടിയൂറും മരാരിത്തോട്ടത്ത് മെഡിക്കൽ ഷോപ്പും ഫിനാൻസ് സ്ഥാപനവും നടത്തി വരികയായിരുന്നു. മരാരിത്തോട്ടം ജംഗ്ഷനിലെ മുഴുവൻ ഓട്ടോ തൊഴിലാളികൾക്ക് ഓണസമ്മാനമായി കഴിഞ്ഞ ദിവസം ഓണക്കോടി വിതരണം ചെയ്തിരുന്നു. എപ്പോഴും തന്റെ നാട് ജയിച്ചു കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. വിവിധ സംഘടനകൾ നടത്തുന്ന കായിക മത്സര പരിപാടികളിൽ സമ്മാനത്തുക കുറവാണെങ്കിലും പണം ചെലവിട്ട് ടീമുകളെ എത്തിച്ച് വിജയം നേടുക എന്നൊരു മറ്റൊരു പ്രത്യേകത കൂടി ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു.
അപ്പോൾ സഹപ്രവർത്തകർ നാട്ടുകാരും ഒക്കെ ഇത് ഓർത്തെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് നന്മ പ്രവൃത്തിയൊക്കെ ചെയ്തിട്ടാണ് ആ മനുഷ്യൻ വിട വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും നന്മയൊക്കെ ചെയ്ത ഒരു വ്യക്തിയുടെ മരണ വാർത്ത തീർച്ചയായിട്ടും അവരെയൊക്കെ വലിയ വേദനയിൽ തന്നെ ആഴ്ത്തി, ഒരുപാട് പേരെ വലിയൊരു വേദനയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. പിന്നെ ജംഗ്ഷനിൽ നടക്കുന്ന സാമുദായിക പരിപാടികൾ ആഘോഷമാക്കുന്നതിലും എല്ലാം വളരെ ആക്റ്റീവായിട്ട് നിന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേരെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈ അപകട വാർത്ത. അതെ അതെ, ഈ വീട്ടിലേക്ക് എത്തുവാൻ കുറച്ച് മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഈ തേവലക്കര സ്വദേശിയായ പ്രിൻസും കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനം ചേർത്തല ഭാഗത്തേക്ക് പോവുക എന്ന KSRTC ഫാസ്റ്റ് ബസ്സിലേക്ക് ഇടിച്ചു കയറിയത്. മിക്കപ്പോഴും ഈ ഡ്രൈവറെ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന പ്രിൻസ് ഈ വാഹനത്തിൽ ആള് കൂടുതലായതുകൊണ്ടാണ് സ്വന്തമായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യുകയായിരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഉറക്കമാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അത്ര ഭീകരമായ വേഗത്തിലാണ് ഈ KSRTCയിലേക്ക് ഇടിച്ചു കയറിയത്. ഈ അപകടങ്ങളുടെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ് ഏറ്റവും നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ക്ഷീണം. കാരണം ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉറങ്ങിപ്പോകാനുള്ള സാധ്യത ഒന്നും ചെറുതല്ല. ഏകാഗ്രതയിലും ജഡ്ജ്മെന്റിലും ഉണ്ടാകുന്ന പോരായ്മയെ റിഫ്ലക്റ്റിനെ ബാധിക്കാം. ഈ സാധാരണ ഉറങ്ങുന്ന സമയത്ത് ഡ്രൈവ് ചെയ്യുമ്പോഴും ആവശ്യത്തിന് ഉറക്കം കിട്ടാതെ ഡ്രൈവ് ചെയ്യുമ്പോഴും തുടർച്ചയായി കൂടുതൽ സമയം ഉണർന്നിരുന്ന് വാഹനം ഓടിക്കുമ്പോഴും ഉറങ്ങി എണീറ്റ് ഉടനെ തന്നെ വാഹനം ഓടിക്കുമ്പോഴും ഇടയ്ക്ക് വിശ്രമം എടുക്കാതെ തുടർച്ചയായി 2 മണിക്കൂറിൽ കൂടുതലൊക്കെ വാഹനം ഓടിക്കുമ്പോഴൊക്കെ ക്ഷീണം ഉണ്ടാവും. അപ്പോൾ പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. മാത്രമല്ല തനിക്കിതൊരു അപകടം പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഇന്നും അപകടം പറ്റില്ല എന്ന ചിന്ത വരും. അപ്പോൾ ലക്ഷ്യത്തിലെത്താൻ വളരെ കുറച്ച് ദൂരമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയ ശേഷം വിശ്രമിക്കാൻ എന്ന് തീരുമാനിക്കുന്നവർ വിരളമല്ല, അല്ലെ? ഇനി അവിടെ എത്തിയിട്ട് വിശ്രമിക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ ക്ഷീണം എന്ന് പറയുന്ന ഘടകം ഉണ്ടെങ്കിൽ അതൊരു ഡ്രൈവറെ സംബന്ധിച്ച് ക്ഷീണം വലിയൊരു വില്ലൻ തന്നെയാണ്. എത്രയോ അപകടങ്ങൾ ഉറക്കം വന്നതുകൊണ്ട് അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി എന്ന കാരണത്താൽ എത്രയോ ജീവനുകൾ നിരത്തിൽ പൊലിയുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ക്ഷീണം ഈ ഡ്രൈവർമാര് അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ക്ഷീണം എങ്ങനെ തിരിച്ചറിയാൻ ലക്ഷണങ്ങളൊക്കെ ഇടയ്ക്കിടെ കോട്ടുക ഇടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാതെ ലൈൻ മാറിപ്പോകുന്നുണ്ടെങ്കിൽ കണ്ണുകൾ ഒരുമാതിരി കൂമ്പി വരികയാണെങ്കിൽ, അത് മാത്രമല്ല കാഴ്ച അവ്യക്തമാവുന്നു, തല ഉയർത്തി വയ്ക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നു, ഇച്ഛാപൂർവ്വം അല്ലാതെ വേഗത കൂടുന്നു കുറയുന്നു, തൊട്ടു മുമ്പ് കഴിഞ്ഞുപോയ സ്ഥലങ്ങളെ കുറിച്ച് ഓർമ്മയില്ലാതിരിക്കുന്നു, ദിവാസ്വപ്നം കാണുന്നു, ഈ വാഹനം ഓടിക്കുമ്പോഴുള്ള സംഭവമാണ്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ക്ഷീണത്തിന്റെ അവസ്ഥ തന്നെയാണ്. മുന്നിൽ അപകടമുണ്ട്, ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനത്തെ ഈ അസ്വസ്ഥതകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാഹനം നിർത്തുക, ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ പോവുക. ഇതിപ്പോ ഈ താറ് വലിയ സ്പീഡിലാണ് വന്ന് ഇടിച്ചു കയറിയത്, അപ്പോൾ അത്രയും കൺട്രോളിലായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനത്തുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാര മാർഗങ്ങളൊക്കെ തേടി, അതിന് ഏറ്റവും വലിയ പരിഹാരം വണ്ടി നിർത്തുക, ഒന്ന് വിശ്രമിക്കുക, ഉറങ്ങണമെങ്കിൽ ഉറങ്ങുക, ടൈം എടുത്തിട്ട് നല്ലൊരു ഉന്മേഷത്തോടെ തന്നെ വാഹനം ഓടിക്കാൻ നോക്കണം. അല്ലാതെ ഇപ്പൊ അങ്ങ് എത്തുമല്ലോ അവിടെ പോയിട്ട് ഇനി വിശ്രമിക്കാൻ എന്ന് കരുതരുത് ഒരിക്കലും. ഈ ഒരു അപകടം നമുക്ക് പ്രാഥമികമായിട്ട് ഇത്തരത്തിൽ ഒരു ക്ഷീണം വന്നു, ഉറക്കം കാരണം അപകടം ഉണ്ടായി എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കിക്കൊള്ളാം. ഏകദേശം കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും ഇത്തരത്തിൽ വാഹനം നിർത്തിയതിനു ശേഷം ഒന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. കാരണം കുറച്ചു നേരം പവർ നാപ്പ് എടുത്താൽ പോലും അപകടങ്ങളിൽ പെടുവാനുള്ള സാധ്യത വളരെയധികം കുറവായിരിക്കും. കാരണം നമ്മളെ ഒരിക്കലും നമ്മുടെ ശരീരത്തിലെ നാഡികളെയൊക്കെ നമ്മളെ തളർത്തി കളയുന്ന ഒരു സംഭവമാണ് ഇത്തരത്തിൽ ഈ ഉറക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഉറക്കം വരുമ്പോൾ നമ്മൾ ആ ഉറക്കവുമായിട്ട് ഫൈറ്റ് ചെയ്യരുത്. കാരണം ഉറക്കം വന്നാൽ തീർച്ചയായിട്ടും ഉറങ്ങുക. അത് അല്ലെങ്കിൽ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, അതില്ലെങ്കിൽ ഞാൻ അപ്പുറത്തെ എത്താറായില്ലേ എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കും ഇത്തരത്തിലൊരു അപകടം പതിയിരിക്കുന്നത്. അതുകൊണ്ട് ഉറക്കം വന്നാൽ തീർച്ചയായിട്ടും ക്ഷീണം തോന്നുകയാണെങ്കിൽ കുറച്ചു നേരം വിശ്രമിക്കുക. അപ്പോൾ ഒന്ന് കുറച്ചു നേരം ഉറങ്ങിയതിനു ശേഷം ദീർഘദൂര ഹൈവേകളിലൊക്കെ ഇത്തരത്തിൽ സുരക്ഷിതമായ പവർ നാപ്പ് സൗകര്യങ്ങളൊക്കെ ഒരുക്കാനുള്ള ഒരു ശ്രദ്ധ കൊടുക്കേണ്ട കാലമൊക്കെ അതിക്രമിച്ചിട്ടുണ്ട്. ഈ സുരക്ഷിതമായി വാഹനത്തിനുള്ളിലെങ്കിലും കുറച്ചു സമയം ഉറങ്ങുവാനുള്ള സൗകര്യം, അല്ലെങ്കിൽ ഈ ടോയ്ലറ്റിലൊക്കെ പോകാനുള്ള സൗകര്യങ്ങൾ, മുഖം കഴുകാനും മറ്റുമുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാകണം. അപ്പോൾ ഈ യാത്രയ്ക്ക് മുൻപേ ശ്രദ്ധിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. സ്ഥിരമായി ഉറങ്ങുന്ന സമയത്ത് ദീർഘദൂര യാത്രയ്ക്കൊന്ന് ഒഴിവാക്കുക. ഉദാഹരണമായിട്ട് രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ കഴിവതും ഇത്തരത്തിലുള്ള യാത്രകൾ ഒഴിവാക്കണം. ഈ ഉറക്കത്തിന് കാരണമാകുന്ന മരുന്ന് കഴിക്കുന്നവരുണ്ടെങ്കിൽ, മെഡിസിൻ എടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് ക്ഷീണം ഉണ്ടാകും. ചില മെഡിസിൻ കഴിച്ച പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം. ദീർഘദൂര യാത്രയ്ക്ക് മുൻപുള്ള ദിവസം നന്നായിട്ട് ഉറങ്ങണം, നന്നായി വിശ്രമിക്കണം. സാധിക്കുമെങ്കിൽ യാത്രയിൽ ഒരാളെ കൂടെ കൂട്ടുക, പകുതി അവർ ഡ്രൈവ് ചെയ്യട്ടെ, ആ രീതിക്കും. ഡ്രൈവിംഗ് അറിയാവുന്ന ആളാണെങ്കിൽ മാറി മാറി ഓടിക്കണം. സംസാരിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും. യാത്രയിൽ ആവശ്യത്തിന് വിശ്രമം വേണം. ദീർഘസമയം കഠിന ജോലികൾ ചെയ്തതിനു ശേഷം ഉടനെയുള്ള യാത്ര ഒഴിവാക്കണം. ഒരു കാര്യം
കാര്യം കൂടി, അതായത് ക്ഷീണം മൂലമുള്ള അപകടങ്ങൾ രാത്രി മാത്രമല്ല പകലും സംഭവിക്കാം. ദീർഘദൂര ബസ്സുകളിലും ലോറികളിലും 2 ഡ്രൈവർമാർ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ ഈ മദ്യം, ലഹരി, അതൊക്കെ നമുക്ക് പൊതുവെ അറിയാവുന്നതാണ്. ഈ അപകടങ്ങളിലെ പ്രധാന വില്ലന്മാര് മദ്യപിച്ച് വാഹനം ഓടിപ്പിക്കുന്നത്, അമിത വേഗത, ഒരു രക്ഷയില്ലാത്ത സാധനമാണ് ഈ അമിത വേഗത. റോഡിലെ അമിത വേഗത കൺട്രോൾ നിൽക്കൂല. അപകടത്തിനുള്ള സാധ്യത മാത്രമല്ല വർദ്ധിക്കുന്നത്, അപകടത്തിൽ പെടുമ്പോൾ ഗുരുതരമായ പരിക്ക് പറ്റാനും മരണം സംഭവിക്കാനുള്ള സാധ്യതയുടെ 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നതാണ് അമിത വേഗത. അപ്പൊ അമിത വേഗത നിരത്ത് ഒരിക്കലും ഒരു റേസിംഗ് കളമല്ല എന്ന് ഓർക്കുക. ബോധവൽക്കരണം കൊണ്ട് മാത്രം ഒരു പരിഹാരം കാണാനാവില്ല. അത് സ്വന്തമായിട്ടൊരു അവയർനെസ്, സ്വന്തമായിട്ട് പറഞ്ഞു പഠിപ്പിക്കല്, സ്വന്തമായിട്ടൊരു ബോധമുണ്ട് റോഡിൽ വാഹനമായിട്ട് ഇറങ്ങുമ്പോൾ, അത് മാത്രമേ ഒരു പരിഹാരമായിട്ട് കാണാൻ സാധിക്കുന്നുള്ളൂ. നിയമങ്ങൾക്ക് ആവശ്യത്തിലധികമുണ്ട്, പക്ഷെ പാലിക്കാൻ ആർക്കും പറ്റുന്നില്ല, ആർക്കും മനസ്സില്ല. എല്ലാവർക്കും റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മുൻപേ എത്തണം, അല്ലെങ്കിൽ അവരെക്കാട്ടിയും മുന്നേ കയറണം, അല്ലെങ്കിൽ സ്പീഡിലെത്തണം, വേഗത്തിലെത്തണം, പാഞ്ഞു വിടുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാത്രമല്ല അപകടം. മുന്നേ സൈഡിൽ കൂടി ഒന്നും അറിയാതെ, ഇപ്പോൾ അടുത്തുകൂടി സൈഡിൽ കൂടി പോകുന്ന ആൾക്കാർ പതുക്കെ പോകുന്നതായിരിക്കും. നമ്മുടെ വേഗം കാരണം മറ്റൊരാൾ കൂടി അപകടത്തിൽപ്പെടുന്ന, മറ്റൊരാൾ കൂടി ജീവൻ നഷ്ടമാകുന്ന എത്രയോ സംഭവങ്ങൾ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അത് മാത്രമല്ല ഡിം ലൈറ്റിന്റെ ഉപയോഗം. രാത്രികാല യാത്രകളിൽ നാമെല്ലാം ഹൈ ബീം ലൈറ്റ് താല്പര്യപ്പെടുന്നവരാണ്. സ്വതവേ തന്നെ വിസിബിലിറ്റി കുറവായ രാത്രി സമയത്ത് ഹൈ ബീം വളരെ വലിയ സഹായമാണ്. പക്ഷെ എതിർവശത്ത് നിന്ന് വരുന്ന ഡ്രൈവർക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ എതിരെ ഒരു വാഹനം വരുമ്പോൾ ആ ലൈറ്റ്, ഡിം ലൈറ്റ് ഒന്ന് കുറയ്ക്കുക. പെട്ടെന്ന് കണ്ണിലേക്ക് ഒരു ശക്തിയേറിയ പ്രകാശം വരുമ്പോൾ കാഴ്ച ഇത് ബാധിക്കും, അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും. അതുകൊണ്ട് എതിർവശത്ത് നിന്ന് വണ്ടി വരുന്നുണ്ടെങ്കിൽ ഡിപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. മാത്രമല്ല അതെ, അതൊരു റോഡ് മര്യാദ മാത്രമല്ല, നമ്മുടെ ഈ സുരക്ഷയ്ക്കുള്ള അത്യാവശ്യമുള്ള ഒരു കാര്യം കൂടിയാണ്. ഏകദേശം 200 മീറ്റർ എങ്കിലും ഒരു അകലത്തിൽ വാഹനം എത്തുമ്പോൾ നമ്മൾ ഈ ഒരു ഡിപ്പ് ചെയ്ത് തുടങ്ങണം. എതിർവശത്ത് നിന്ന് വാഹനം വരുമ്പോൾ മാത്രമല്ല ഡിം ലൈറ്റ് ഉപയോഗിക്കേണ്ടത്. നമ്മുടെ തൊട്ടു മുമ്പിൽ വാഹനം ഉണ്ടെങ്കിലും ഡിം ലൈറ്റ് ഉപയോഗിക്കേണ്ടതാണ്. കാരണം ഈ റിയർ വ്യൂ മിററിൽ കൂടി ശക്തിയേറിയ പ്രകാശം പ്രതിഫലിക്കുകയും ഈ തൊട്ടു മുമ്പിലുള്ള ഡ്രൈവർക്ക് അസ്വസ്ഥത ഉണ്ടാവുകയും ചെയ്യാൻ സാധ്യത ഏറെയാണ്. അവിടെയും ഈ ഡിം ലൈറ്റ് നൽകുവാൻ 200 മീറ്റർ അകലം പാലിക്കുന്നതാണ് നല്ലത്. പല ആധുനിക മോഡൽ വണ്ടികളും ഈ ഹൈ ബീം പ്രശ്നം ഉണ്ടാകാതിരിക്കാനൊക്കെ അഡ്ജസ്റ്റബിൾ റിയർ വ്യൂ മിറർ ഒക്കെ ഉണ്ട്. പക്ഷേ പിന്നിൽ നിന്ന് വരുന്ന വണ്ടി ഡിം നൽകുന്നതാണ് സുരക്ഷിതം. അതുപോലെ തന്നെ ലൈറ്റ് റോഡിൽ പോയിന്റ് ചെയ്യുന്ന ദൂരം കൃത്യമായി അഡ്ജസ്റ്റ് ചെയ്യണം. ഈ പ്രകാശത്തിന്റെ തീവ്രതയും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന വാഹനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ശരിയായ രീതിയിൽ ഈ വഴി കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഹൈ അതെ ഈ ഒരു ഹെഡ്ലൈറ്റ് ഒക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എതിർവശത്ത് വരുന്ന ഈ വണ്ടി ഓടിക്കുന്ന ആളുടെ കണ്ണിലേക്ക് പോയിന്റ് ചെയ്യാൻ വേണ്ടി ആവരുത്. അപ്പോൾ ഹൈ ബീം മൂലം ഈ ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം വേഗത കുറയ്ക്കണം. ഈ വാഹനത്തിന്റെ ഇടതുവശത്തെ ലൈൻ ശ്രദ്ധിക്കുക. മറ്റു വാഹനങ്ങൾ ഇല്ലെങ്കിൽ ഇടതു ഭാഗത്തേക്ക് മാറാൻ ശ്രമിക്കുക. അല്പനേരം വണ്ടി നിർത്തി ഒന്ന് വിശ്രമിക്കുക. ഈ ഹൈ ബീം മൂലമുണ്ടായ കാഴ്ച ബുദ്ധിമുട്ടൊക്കെ മാറുന്നത് വരെ ഒന്ന് വിശ്രമിക്കുക. അത് മാത്രമല്ല, ഈ ഫോണും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു അപകടം വരാം. കാരണം ഒരു കൈ കൊണ്ട് ചെവിയിൽ മൊബൈൽ ഫോൺ വെച്ച് സംസാരിക്കുന്നു, പിന്നീട് വാഹനം ഓടിക്കുന്നു. ഈ വാഹനം ഓടിക്കുമ്പോൾ തന്നെ മെസ്സേജ് ചെയ്യും, ഫേസ്ബുക്ക്, വാട്സപ്പ്, വോയിസ് സന്ദേശങ്ങളൊക്കെ കേൾക്കും. അപ്പൊ ഇതൊക്കെ ഒരു അപകടത്തിലേക്കാണ് നയിക്കുക. അപ്പോൾ റോഡിലുള്ള ശ്രദ്ധ മാറുവാനും ഈ അപകടങ്ങളിൽ പെടുവാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ലൈൻ തെറ്റുക, ശരിയായ വഴി മിസ്സാവുക, മുന്നിലുള്ള വാഹനങ്ങളോട് വളരെയധികം അടുത്തു ചേർന്ന് പോവുക, ഈ ട്രാഫിക് സിഗ്നലുകൾ തെറ്റുക, അതൊക്കെ ഈ ഒരു മൊബൈൽ ഉപയോഗിക്കുമ്പോൾ തന്നെ വളരെ സാധാരണമാണ്. ഹാൻഡ്സ് ഫ്രീ മോഡിൽ സംസാരിക്കുന്നത് പോലും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. വളരെ അത്യാവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിരന്ന് കിടക്കാണ് റോഡ്, സൈഡിലൊക്കെ സ്ഥലമുണ്ട്. അവിടെ മെസ്സേജ് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അർജന്റ് കോൾ വരുമ്പോഴോ ഒന്ന് സൈഡിലോട്ട് നിർത്തിയിട്ട് അത് അറ്റൻഡ് ചെയ്തിട്ട് പിന്നീട് യാത്ര തുടരുക. അങ്ങനെ ഒരു വലിയൊരു മാർഗം മുന്നിൽ ഇരിക്കവേ തന്നെയാണ് പലരും വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് അത് ചെയ്യാമെന്ന് അത് മടിച്ചിട്ട് ഈ ഓടുന്ന വേളയിൽ തന്നെ ഇങ്ങനെ മൊബൈൽ ഉപയോഗിച്ചിട്ട് എത്രയോ അപകടങ്ങൾ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. ഈ മൊബൈൽ ഫോണ് മാത്രമല്ല ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, CD പ്ലെയർ, റേഡിയോ, കൂടെ യാത്ര ചെയ്യുന്ന വ്യക്തികളുടെ ഫോൺ സംഭാഷണം, വീഡിയോ സ്ക്രീൻ, GPS നാവിഗേഷൻ സിസ്റ്റം, ടച്ച് സ്ക്രീൻ ഉള്ള ഉപകരണങ്ങൾ, ഫോണിലെ GPS ഉപയോഗം തുടങ്ങി ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന ധാരാളം ഉപകരണങ്ങളുണ്ട്. അപ്പം ബുദ്ധിപൂർവ്വമായിട്ട് സുരക്ഷിതമായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ വാഹനത്തിനുള്ള സംഭാഷണം പോലും ചിലപ്പോൾ അശ്രദ്ധയ്ക്ക് കാണുമ്പോൾ നമ്മൾ വണ്ടിക്കകത്തിരുന്ന് ഒരുപാട് സംസാരിക്കും. പലപ്പോഴും അത് ഡ്രൈവർക്ക് ഒരു അശ്രദ്ധ. തീർച്ചയായിട്ടും ഡ്രൈവർ നമ്മളോട് സംസാരിക്കുമ്പോൾ ആള് സംസാരിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അവിടെ ഒരു അപകട സാധ്യത ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അത്തരത്തിൽ ശ്രദ്ധ കൂടുതൽ വേണ്ടി വരുന്ന തിരക്കേറിയ ട്രാഫിക് സാഹചര്യങ്ങളിൽ തീവ്രതയുള്ള സംഭാഷണങ്ങൾ ഒഴിവാക്കുക. ചെറിയ ചെറിയ സംഭാഷണം കുഴപ്പമില്ല, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ച് ഡ്രൈവറെ ആ ഒരു സംസാരത്തിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ഈ സങ്കീർണമായ സാഹചര്യങ്ങളിൽ കൂടെ യാത്ര ചെയ്യുന്നവരോട് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റില്ല. പിന്നെ ഈ ഡ്രൈവർ മാത്രമല്ല, ഈ വണ്ടിയിലിരുന്ന് കൂടെ യാത്ര ചെയ്യുന്നവർക്കും വേണമെങ്കിൽ അവരുടെ ജീവൻ കൂടിയാണ് ആ വണ്ടിയിൽ ആ ഡ്രൈവറുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ കൂടെ യാത്ര ചെയ്യുന്നവർക്കും സ്പീഡാണെങ്കിൽ പതുക്കെ പോകുന്നു പറയുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും
എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുറന്ന് പറഞ്ഞിട്ട് നമുക്ക് പതുക്കെ പോകാം. അല്ലെങ്കിൽ ഇതെനിക്ക് അസ്വസ്ഥമാകുന്നു, എനിക്ക് പേടിയാവുന്നു, അങ്ങനെ ധൈര്യമായിട്ട് നമ്മുടെ ജീവൻ കൂടി ആളുടെ കയ്യിലാണ്. അപ്പോൾ കൂടെയുള്ളവർക്കും അത്തരത്തിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റായിട്ടുള്ള തോന്നുന്നത്, കാറൊന്നോ ബൈക്കൊന്നോ ഇല്ല, ഈവൻ ബസ്സിലാണെങ്കിൽ പോലും ഡ്രൈവറുടെ ഒരു സ്പീഡ് വളരെ കൂടുതലാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യത്തോടെ പോയി ഡ്രൈവറോട് പറയാം, പതുക്കെ പോവാന്ന് പറയാം. കാരണം നമ്മുടെ ജീവൻ നമ്മുടെ കൂടി ഒരു ഉത്തരവാദിത്തമാണ്. അത് മറ്റൊരാളുടെ കയ്യിൽ ഇരിക്കുന്ന ആ സമയത്ത് തീർച്ചയായിട്ടും അത് കുറച്ചുകൂടി ഒരു ഒരു മുൻകരുതൽ അത് നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാവുന്നതാണ്, ഡ്രൈവറോട് പറയാവുന്നതാണ്. ഇനി ഈ ലൈൻ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. കാരണം പകലായാലും രാത്രിയായാലും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും ഹൈവേയിൽ കൃത്യമായി ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് സിഗ്നൽ നൽകിയതിനു ശേഷം മാത്രമേ ലൈൻ മാറാവൂ. കാരണം വിസിബിലിറ്റി കുറവായി ഈ രാത്രി സമയത്തൊക്കെ കൂടുതൽ ശ്രദ്ധ വേണം. കൂടാതെ ഈ ടെയിൽ ഗേറ്റിംഗ്, മുന്നിൽ പോകുന്ന വാഹനങ്ങളെ തൊട്ടു പിറകെ പോകുന്നത് അപകടകരമാണ്. കാരണം ഈ മുൻപിൽ പോകുന്ന വാഹനം ബ്രേക്ക് ചവിട്ടിയാൽ പിന്നീടുള്ള ഈ വാഹനം വളരെ അടുത്താണെങ്കിൽ തിരിച്ചറിയാനൊക്കെ ബുദ്ധിമുട്ട് വരും. പിന്നീടുള്ള വാഹനം ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ പോലും ഈ ചിലപ്പോൾ മുന്നിലുള്ള വാഹനത്തെ ഇടിച്ചു എന്നൊക്കെ ഇരിക്കും. കാരണം അത്തരത്തിലുള്ള അപകടങ്ങൾക്ക് നിരവധിയാണ്. അപ്പോൾ മുന്നിലുള്ള വാഹനവുമായിട്ട് 2 സെക്കൻഡെങ്കിലും ഗ്യാപ്പ് ഇടണം. അതായത് 2 സെക്കൻഡ് കൊണ്ട് വാഹനം സഞ്ചരിക്കുന്ന ദൂരമെങ്കിലും മുൻപിലുള്ള വാഹനവുമായി ഗ്യാപ്പ് വേണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുൻപിലുള്ള വാഹനവുമായി ഒരു വാഹനത്തിന്റെ ഗ്യാപ്പ് മതി എന്ന ചിന്ത തെറ്റാണ്. ഈ മുമ്പിലുള്ള വാഹനവുമായി സുരക്ഷിതമായ യാത്രയ്ക്ക് സ്വീകരിക്കേണ്ട അകലം വണ്ടികളുടെ വേഗതയെ ആശ്രയിച്ചാണ് നിശ്ചയിക്കേണ്ടത്. ഉദാഹരണമായിട്ട് 2 വാഹനങ്ങൾ 60 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകേണ്ട സുരക്ഷിതമായ അകലത്തേക്കാൾ കൂടുതൽ അകലം വേണം 90 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുമ്പോൾ. അപ്പോൾ വാഹനം യഥാസമയം മെയിന്റനൻസ് ചെയ്തു എന്നൊക്കെ ഉറപ്പുവരുത്തണം. ഈ മെയിന്റനൻസ് നടത്തുമ്പോൾ ബ്രേക്ക്, അലൈൻമെന്റ്, മറ്റു സുരക്ഷിത മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയും പ്രത്യേകം പരിശോധിക്കുക. ഇത്തരത്തിൽ വൻ അപകടങ്ങൾ, അതായത് ഈ കാറിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഉണ്ടാകാവുന്ന പല അപകടങ്ങളും നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. കാരണം വളരെയധികം പ്രതീക്ഷയോടെയാണ് ആ കുടുംബം ആ എയർപോർട്ടിൽ നിന്നും തിരികെ വന്നത്. പക്ഷേ ഒരൊറ്റ നിമിഷത്തെ ആ ഒരു ഉറക്കക്കുറവ് കൊണ്ട് ആ മൂന്ന് പേർക്കും അവസാനം ദാരുണമായ ഒരു മരണമാണ് സമ്മാനിച്ചത്. 2 പേർ ആശുപത്രിയിലാണ്. ആ നാടും ബന്ധുക്കളും ഒക്കെ ഈ ഒരു അപകടത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ദാരുണമായ ഒരു അവസ്ഥ ആ കുടുംബം അല്ലെങ്കിൽ ആ ഭാര്യയും മകളും എങ്ങനെ അതിനെ മറികടക്കും എന്നറിയാതെ ആ ബന്ധുക്കളൊക്കെ വളരെയധികം സങ്കടപ്പെടുകയാണ്. തീർച്ചയായിട്ടും അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു വരുവാനായിട്ടാണ് ഇപ്പോൾ കേരളക്കര ഒന്നാകെ പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇവരുടെ സംസ്കാരം പിന്നീടെന്നാണ് ബന്ധുക്കളെ അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഓണസമയമാണ്. ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് വലിയൊരു അപകടത്തിലേക്ക് നയിക്കപ്പെടാതെ തീർച്ചയായിട്ടും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക.